കാരണം ആ മദീനയുടെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിൽ കാലു ചുറ്റിയവരാണ്. പക്ഷെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരെന്നറിയുമോ? വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാത്തവരല്ല, ജീവിതത്തിൽ കിടന്നുറങ്ങാൻ ഒരു ചെട്ടയില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? എന്റെ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ കൂടി ഈ കാഞ്ഞങ്ങാടിന് മണ്ണിൽ, ഈ ഹദ്ദാദ് മണ്ണിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അനുരാഗത്തിന്റെ ഭാഷയിൽ അഹമ്മദ് കബീർ ഒരു വാക്ക് പറയട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? സഹോദരങ്ങളെ, ഗൾഫിൽ 4 പ്രാവശ്യം പോയിട്ട് ബിസിനസ് തൊട്ടിട്ട് മടങ്ങി വന്നവനല്ല. ഈ ദുനിയാവിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയോ? ബഹുമാനപ്പെട്ട അല്ലാമായി പറഞ്ഞതുപോലെ അള്ളാന്റെ റസൂലിന്റെ മനസ്സെന്ന കൊട്ടാരത്തിന്റെ മാണിക്യ കുയിലാക്കി വെച്ച, അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുരാഗികൾ പറഞ്ഞു, ലോകത്തിലെ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ആരെന്നറിയുമോ? മദീനത്ത് കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട്, അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുന്ന മദീനത്തെ മണ്ണിൽ കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ കാര്യം വന്നോ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന്. സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ ഭാഷയാണിത്, അനുരാഗികളുടെ ആശിക്കങ്ങളുടെ ഭാഷയാണിത്. പ്രേമനായകൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ നഗരത്തിന്റെ പൊരിഞ്ഞ മണ്ണ്, സഹോദരങ്ങളെ, ആ സുന്ദരമായ ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ നടുവ് കടൽ തീരത്ത് കിടക്കുന്ന മണ്ണിന് വല്ലാത്ത ഉപ്പുരസമാണ്. 7 കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ്. പക്ഷേ സഹോദരങ്ങളെ, കരയിലെ ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? ഏറ്റവും വലിയ മണ്ണേടെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണില്ലയോ? ആ മണ്ണെടുത്താൽ വല്ലാത്ത ഉപ്പുരസമാ. കാരണം എന്തെന്നറിയോ? കടൽ വെള്ളത്തിന്റെ ഉപ്പുരസമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്കെ പറഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങി. ഓരോ ദിവസവും ഓടി വരുന്ന ലക്ഷങ്ങളുടെ കണ്ണുനീർ പ്രവാഹം പെയ്തിറങ്ങി. ആ കണ്ണുനീരിന്റെ ഉപ്പുരസം കൊണ്ട് ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? അത് മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്, മദീനത്തെ മണ്ണാണ്. വെള്ളക്കാരനും കറുത്ത വർഗക്കാരനും, പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി പോകുമ്പോ അറിയാതെ വിനീതനും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഓരത്ത് വന്ന് മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താ? ആയിരക്കണക്കിന് ആളുകളുടെ തൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമി. അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു പോകുമ്പോ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞ് പൊട്ടിക്കരയാനുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ആലംബത്തിന്റെ ഭൂമിയെ മദീന. ഓ, മദീനത്തിന്റെ റൗള ശരീഫിന്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആശികീങ്ങളായ കവിമാര് പാടിയതെന്തെന്നറിയോ? ആ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് ജന്മനാ അന്ധനായി പോയൊരു മനുഷ്യനെങ്ങാനും ആ മണ്ണെടുത്തിട്ട് കണ്ണിലൊന്ന് സുറുമയിട്ട എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, കാസർഗോഡ് ടൗണിൽ ഇർഫാൻ വരുന്നതും കാത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് ഹോളിവുഡിന്റെ സിനിമാ താരങ്ങൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോ ഞാൻ ഇന്ന് ഏറനാട് എക്സ്പ്രസിലെ കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാപ്പിള ഗാനമേളയും കലാമേളയും തുള്ളിക്കളിക്കുകയാണ്. മാപ്പിള ഗായകരോട് കടന്നു വരികയാണ്. പൊന്നുമോനെ, ആ സംഗീതത്തിന്റെ ആർഭാടം കേട്ടിട്ടല്ല നിന്റെ ഹൃദയം തുടികൊട്ടേണ്ടത്. ആരുടെ സംഗീതം കേട്ടിട്ടാ? ആബിദ് കണ്ണൂരിന്റെ, സലിം കോടത്തൂരിന്റെ മാസ്മരിക സംഗീതം കേട്ടിട്ടല്ല. പൊന്നുമോനെ, നിന്റെ ഹൃദയം മറക്കണം, നിന്റെ കണ്ണ് തുടിക്കണം, നിന്റെ കണ്ണിലൂടെ
കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകണം. എപ്പോഴെന്നറിയോ? ആ റൗളാ ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരൽപ്പം മണ്ണെടുത്ത് കണ്ണിലോട്ട് സുറുമയിട്ടാൽ ജന്മനാ അന്ധനായി പറന്ന മനുഷ്യന്റെ പോലും കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയിട്ട് അവൻ അല്ലാഹുവിന്റെ അർശ് പോലും കാണാൻ പ്രാപ്തിയുണ്ടാകുമെന്ന് ആശിഖീങ്ങൾ പാടിക്കൊടുത്ത മത്താഉ കഹീലു മിൻ തറാക ജുഫൂനി മത്താഫൂസു ബിനറത്തിൻ മിൻ സയ്യിദി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് എനിക്കപ്പോഴാണ് ഒന്ന് കണ്ണിന് സുറുമയിടാൻ കഴിയുന്നതെന്ന് ആശിഖീങ്ങള് പാടിപ്പോയൊരു നഗരമുണ്ടോ? ആ നഗരം ഒരേ ഒരു നഗരം മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീനത്തുൽ മുനവ്വറ. മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് കാല് ചവിട്ടിയിട്ട് ആ മദീനയിൽ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വന്നവന് ഹദ്ദാദ് നഗറിലോ മൗവലിലോ പൗവലിലോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ കൈവെള്ളയിൽ വന്ന ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ, കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ. ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ 206 ഹാജിമാരുണ്ട്. മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ അവസാനം റസൂലുള്ളാഹിയുടെ റൗളാ ശരീഫ് കാണാം. ഹോട്ടൽ മുറിയിലിരുന്ന ആ റസൂലുള്ളാഹിയുടെ കുബ്ബത്തുൽ ഖദറാ കാണാം. പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. എന്തിനാണ് ഉസ്താദേ ദുആ ചെയ്യുന്നത്? അവിടെ ഇരുന്നു കൊണ്ട് അനുരാഗത്തോടെ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, ഈ മദീനത്ത് കിടന്ന് എനിക്കൊന്ന് മരിക്കണം. ഞാൻ എന്റെ വീട്ടിലേക്കില്ല, ഈ മദീനത്ത് കിടന്ന് മരിക്കാൻ അഹമ്മദ് കബീറിനൊരു ഭാഗ്യം കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അവരെല്ലാവരും പെട്ടെന്നോട് പറഞ്ഞു, എന്താ ഉസ്താദേ പറയുന്നത്? നിങ്ങളുടെ വയല് കേട്ട് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതി തീർന്നിട്ടില്ല, വീട്ടില് മക്കള് കാത്തിരിക്കുകയല്ലേ, എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചു പോകും. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു. എന്റെ പുണ്യമദീന തുടങ്ങുകയാണ്. ആ മദീനത്തിന്റെ ഏറ്റവും വലിയ പ്രാമുഖ്യം ഏതെന്നറിയോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ഷാർജയിൽ പോകുന്നത് ജീവിതം കരിപ്പിടിപ്പിക്കാനാ, ഇവിടെ നിന്ന് അബൂദബിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല, അവിടേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. മരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണോ? അതേത് നാടെന്നറിയുമോ? അബൂദബിയിലല്ല, ഷാർജയിലല്ല. പൊന്നു ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പഞ്ചകപ്പോ വചനമുണ്ടെങ്കിൽ മദീനയിലേക്ക് പോകുന്നത് ജീവിക്കാനല്ല, മദീനയിലേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലയോ പറഞ്ഞത്, മനിസ്തതാഅ മിൻകും മയ്യമുതു ഫിൽ മദീന ഫൽയമുതു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനിസ്തതാഅ മിൻകും മയ്യമുതു ഫിൽ മദീന. ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആർക്കെങ്കിലും മദീനത്ത് കിടന്ന് മരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കെങ്കിലും മദീനയിൽ കിടന്ന് മരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഫൽയമുതു ഫിൽ മദീന, അവൻ മദീനയിൽ കിടന്ന് മരിച്ചു കൊള്ളട്ടെ. ആർക്ക് മരിക്കാൻ അവസരം കിട്ടിയോ അവൻ എന്റെ ഈ മണ്ണിൽ കിടന്ന് മരിക്കട്ടെ. എന്തെന്നറിയോ? നാളെ പരലോകത്ത് അവന് വേണ്ടി സ്വർഗത്തിന് ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. നാളെ അവന് സ്വർഗത്തിന് വേണ്ടി, നാളെ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, മദീന
മരിക്കാൻ ആഗ്രഹിക്കുന്ന നാട്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാടല്ല. ആ മദീനയിൽ ചെന്ന് മരിക്കണം, മദീനത്ത് കിടന്ന് മരിക്കണം. ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യ മറന്നു, ഞാൻ എന്റെ പൊന്നുമക്കളെ മറന്നു. സഹോദരങ്ങളെ, എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു. ആ സമയത്ത് ഒറ്റാഗ്രഹമേ ഉള്ളൂ, ഒറ്റാഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ മദീനയിൽ കിടന്ന് മരിക്കണം. മനിസ്തതാഅ മിൻകും യമുതു ഫിൽ മദീന ഫൽയമുതു ഫിൽ മദീന. അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ. നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ശുപാർശ ചെയ്യുമെന്ന്. ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ ദുനിയാവിൽ എന്ത് നേടാൻ? അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മം കൊണ്ടിന് എവിടെ നേടാനാണ്? അല്ലാഹുവേ, അല്ലാഹുവേ, മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാനേ.